നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ വിഷയം കുട്ടികളും ഡ്രഗ് അഡിക്ഷനുമാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമേ കാണാനുള്ളൂ. ടി വി തുറന്നാൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പത്രത്തിലാണെങ്കിലും ചർച്ചകളിലാണെങ്കിലും എല്ലാ സ്ഥലത്തും, സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും കുട്ടികളും അവരുടെ ലഹരി ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. വളരെ വലിയ രീതിയിൽ, മാരകമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ഈ ലഹരി എന്ന് പറയുന്നത് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പലരെയും കുറ്റം പറയും, കുട്ടികളെ സുഹൃത്തുക്കളെ കുറ്റം പറയും, അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയയെ കുറ്റം പറയും, പോലീസിനെ കുറ്റം പറയും, എക്സൈസ് അല്ലേ നോക്കേണ്ട അവരെ കുറ്റം പറയും. ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അധ്യാപകരെ കുറ്റം പറയും, അധ്യാപകരെ രക്ഷിതാക്കളെ കുറ്റം പറയും. ഇവരെ പരസ്പരം പഴിചാരിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയില്ല. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടും മാതാപിതാക്കളായിട്ടുള്ള ആളുകളോടും മുതിർന്നവരോടും 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് ചെയ്യാനുണ്ട്, അധ്യാപകർക്ക് ചെയ്യാനുണ്ട്, സമൂഹത്തിന് ചെയ്യാനുണ്ട്, പോലീസിന് ചെയ്യാനുണ്ട്, എല്ലാവർക്കും ചെയ്യാനുണ്ട്. പക്ഷേ 2-3 കാര്യങ്ങൾ ഞാൻ പാരൻസിനെ ഓർമ്മിപ്പിക്കാം. ഇത് നിങ്ങൾ ശരിയായ രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ, കുട്ടികളുടെ കാര്യത്തിൽ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കില്ല എന്ന് തന്നെയാണ്. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ കാര്യം, കുട്ടികളെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. 100% എൻ്റെ കുട്ടി തെറ്റ് ചെയ്യുകയില്ല, എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കില്ല, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് എന്നുള്ള കൺസെപ്റ്റിൽ ഇരിക്കരുത്. നമ്മുടെ കുട്ടിയും വഴിതെറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം, ഓരോ അച്ഛനും അമ്മയ്ക്കും വേണം. കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ കുഴപ്പങ്ങളുടെയൊക്കെ കുട്ടിയും അതിൻ്റെ ഭാഗമാണ്, കുട്ടിയും അതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടി ട്രാക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ മക്കളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പരിപാടി നിർത്തണം. കാരണം കുട്ടി ഏത് സമയവും വഴിതെറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ജാഗ്രത നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ ശരീരത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം അവനുണ്ടാവണം. ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുന്ന കായിക വിനോദങ്ങളിൽ അവനെ ഏർപ്പെടാൻ അനുവദിക്കണം. അത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, പല തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടി കടന്നു പോകണം. അപ്പോൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും സ്വന്തം ശരീരത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഒരു കാലത്ത് ലഹരി ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ സുഹൃത്തുക്കളാണ്. ഓരോ പ്രായത്തിലും അവന് ചങ്ങാതിമാർ വേണം, അവൻ്റെ പിയർ ഗ്രൂപ്പ് വേണം, അവൻ്റെ ചങ്ങാതിമാരും സുഹൃത്തുക്കൾ നിർബന്ധമാണ്. പക്ഷേ ഓരോ പ്രായത്തിലുള്ള അവൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അവൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, നല്ല സുഹൃത്തുക്കളാണോ, മോശം സുഹൃത്തുക്കളാണോ, കുഴപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടോ, അവൻ്റെ പ്രായത്തിലുള്ള ആളുകളുമായിട്ട് തന്നെയാണോ അവൻ്റെ കൂട്ടുകെട്ട്, ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാരൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. ഒരു തരത്തിലും എന്ത് ചെയ്യരുത്, അത് ശ്രദ്ധിക്കാതിരിക്കരുത്. അവന് ഇഷ്ടമുള്ള കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടട്ടെ, അല്ലെങ്കിൽ അവൾ ഇഷ്ടമുള്ള കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടട്ടെ എന്ന് വിചാരിക്കരുത്. അവിടെ ഒരു ഒബ്സർവേഷൻ നിർബന്ധമായിട്ടും വേണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടി കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് എന്ത് ചെയ്യും, അവനെ പുറത്തേക്ക് വിടും, അവൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ അനുവദിക്കും. പക്ഷേ ഇങ്ങനെ നടക്കാൻ അനുവദിക്കുമ്പോൾ നിർബന്ധമായിട്ടും വേണം, കുട്ടിയെ സ്വതന്ത്രനായിട്ട് ആവശ്യത്തിന് വിടണം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവൻ രാത്രിയിൽ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ, അവൻ അസമയത്താണ് അവൻ കറങ്ങാൻ പോകുന്നതെങ്കിൽ, അവൻ കൂട്ടുകൂടാൻ പോകുന്നത് തോന്നിയ മാതിരിയാണ് പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അത് തടയിടണം. രാത്രിയിൽ അവൻ വന്ന് കയറുന്നുണ്ടെങ്കിൽ എവിടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. അത് വിട്ട് കളയരുത്. നിർബന്ധമായിട്ടും ആ ഒരു ചോദ്യം ചോദിക്കാൻ ആൾ വീട്ടിൽ വേണം. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മാവനാണെങ്കിലും എവിടെയായിരുന്നു ഇത്രയും സമയം എന്നുള്ളൊരു ചോദ്യം സ്ട്രിക്റ്റായിട്ട് ചോദിക്കാൻ വേണം. അവൻ്റെ ഇഷ്ടത്തിന് കയറൂരി വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ എൻഗേജഡ് ആക്കുക എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഒന്നുകിൽ നന്നായിട്ട് പഠിക്കണം, പഠിക്കാനായിട്ട് അവർക്ക് പണി കിട്ടണം, അവർക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാനുള്ള പണി അവർക്ക് വേണം. അല്ലെങ്കിൽ അവരെ ഇതിൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ എൻഗേജഡ് ആയിരിക്കണം. ഇവരെന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിർബന്ധമായിട്ട് എൻഗേജഡ് ആണെങ്കിൽ അവർക്ക് ഇതിനൊന്നും പോകാൻ സമയം കിട്ടില്ല, അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടില്ല. അവർ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛനും അമ്മയും വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും. ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരിക്കും, വീട് പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല, കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസ്, ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ കുഴപ്പങ്ങളൊന്നും മക്കളെ അറിയാതെയാണ് പലരും വളർത്തുന്നത്. പറ്റില്ല. ഇതൊക്കെ കുട്ടികളും അറിയണം. വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് കുട്ടികളെ അറിയിക്കണം. കുട്ടികളത് അറിയണം. അച്ഛനും അമ്മയും വല്ലാത്ത സ്ട്രഗിൾ ചെയ്തിട്ടാണ് കുട്ടികളെ വളർത്തുന്നതെങ്കിൽ ആ സ്ട്രഗിൾ എന്താണെന്നുള്ള മക്കളോട് പറയണം കൃത്യമായിട്ട്. ഇതെല്ലാം ഒളിച്ച് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ വഴിതെറ്റും. അപ്പോൾ കുട്ടികൾ വഴിതെറ്റാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടികളെ വീട്ടിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയിച്ച് തന്നെ വളർത്തണം. അങ്ങനെയാകുമ്പോൾ അവരെന്തില്ല, ലഹരിയുടെ ലോകത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതേപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് പണത്തിൻ്റെ അവൈലബിലിറ്റി.
പല കുട്ടികളുടെയും പുറകെ ഈ ലഹരി മാഫിയ കൂടുന്നത് അവൻ്റെ കയ്യിലുള്ള പണം കണ്ടിട്ടാണ്, കുട്ടികളുടെ കയ്യിലുള്ള പണം കണ്ടിട്ടാണ്. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ കൃത്യമായി കണക്കില്ലാത്ത രീതിയിൽ പണം വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തടയണം. അവൻ്റെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ അവൻ്റെ പണത്തിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, തോന്നിയ മാതിരി വരരുത്, അത് കട്ട് ചെയ്യണം. ഇതേപോലെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട, അച്ഛനും അമ്മയും അമ്മാവനും എളാപ്പയും മൂത്താപ്പയും ചെറിയച്ഛനും വലിയച്ഛനും മുത്തച്ഛനും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക, ഒരു തരത്തിലുള്ള ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുക. നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡലായി മാറുക കൂടി ചെയ്താൽ ഒരു സംശയം വേണ്ട, നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കില്ല. അതിന് പകരം കുട്ടി പറയും, ഇതേ എൻ്റെ അച്ഛൻ പുകവലിക്കുന്നുണ്ടല്ലോ, എൻ്റെ അച്ഛൻ മദ്യം ഉണ്ടല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ, ന്യായീകരിക്കാൻ, അവൻ മദ്യം ഉപയോഗിക്കാൻ, അവൻ ലഹരി ഉപയോഗിക്കാനുള്ള ന്യായീകരണമായിട്ട് മാറും. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വീട്ടിലുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതിൽ പിന്നോക്കം പോരുത്. നിർബന്ധമായിട്ടും ആ തീരുമാനം എടുക്കണം. പിന്നെ കുട്ടികളിൽ അടുത്തൊരു കാര്യം, കുട്ടികളിൽ നിർബന്ധമായിട്ടും ഓരോ പ്രായം വരുമ്പോൾ ഇവർ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരും, പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം വരും, അവൻ സംസാരിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരും. ഇതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം, ഇതിൽ മനസ്സിലാക്കണം. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഏതെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഏതെങ്കിലും മുതിർന്ന ആളുകളോടൊക്കെ പെരുമാറുന്ന രീതിയിലൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ടീച്ചറുമായിട്ട് സംസാരിക്കണം. ടീച്ചറോട് പറയണം, ടീച്ചറെ എൻ്റെ മോൻ സംസാരിക്കുന്നത് ഇതാണ് അവൻ്റെ പ്രശ്നം, അവൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്താണ് അതിന് മാർഗം, എന്താണ് അവൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം. എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരുണ്ട്, കൗൺസിലേഴ്സിനൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഈ പെരുമാറ്റത്തിലെ സ്വഭാവത്തിലൊക്കെ മാറ്റം കുട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വിട്ട് കളയരുത്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അത് നിങ്ങൾ ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിക്കണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വീട്ടിലെ മുതിർന്ന ആളുകളോട്, പ്രായമായ ആളുകളോട്, ആ പുരുഷന്മാരോടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. കുട്ടിയിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ കാണുന്നുണ്ട്, നമുക്കൊന്ന് വേണ്ട രീതിയിലൊന്ന് ശ്രദ്ധിച്ചാലോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത്. പല അമ്മമാരും ചെയ്യുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, കുട്ടി ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ അതിനെ ഒളിച്ചു വയ്ക്കും. അതറിഞ്ഞാൽ തന്നെ കുട്ടിക്കൊരു ഉപദേശമൊക്കെ കൊടുത്ത് അമ്മ മിണ്ടാതിരിക്കും. അമ്മ അത് മുതിർന്നവരുമായിട്ട് ഷെയർ ചെയ്യില്ല, അമ്മ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യില്ല, എക്സ്പേർട്സുമായിട്ട് ഷെയർ ചെയ്യില്ല, ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യില്ല. ഇത് കട്ട് ചെയ്യണമെങ്കിൽ, കുട്ടിയുടെ ഈ സ്വഭാവം ഇല്ലാതാക്കണമെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ചിലപ്പോൾ കുട്ടിയുമായിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ച് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരിക്കും. പക്ഷേ അത് അമ്മയ്ക്ക് കഴിയില്ല, അത് ആർക്ക് കഴിയും, ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനോ കഴിയും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇത് പറയണം, ഒളിച്ചു വെക്കരുത്. ആദ്യത്തെ തവണ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെച്ചാൽ അത് വലിയ മണ്ടത്തരായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയുടെ റൂമൊക്കെ നിങ്ങൾ കയറിയിട്ട് സെർച്ച് ചെയ്യാം, കൃത്യമായിട്ട് പരിശോധിക്കണം അവൻ ആരുമായിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവൻ്റെ റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഏതൊക്കെ സാധനങ്ങൾ അവൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും. ഉദാഹരണത്തിന് പല കുട്ടികളും സിറിഞ്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഇത്തരം സാധനങ്ങളൊക്കെ റൂമിൽ നിന്ന് കണ്ടാൽ മിണ്ടാതിരിക്കരുത്. അവൻ കൃത്യമായിട്ട് അവൻ പറഞ്ഞ ന്യായീകരണം എന്തായാലും അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ കുട്ടിയുടെ റൂമിൽ നിന്ന് സിറിഞ്ച് കിട്ടി, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ സംശയമുണ്ട്, ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. അവിടെ നമുക്ക് തടയാൻ പറ്റണം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളൊക്കെ തന്നെ തുറന്ന് പാരൻസുമായിട്ട് സംസാരിക്കുന്ന സ്വഭാവ രീതിയിലേക്ക് വരുന്നില്ല. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ എന്തായിരിക്കും, കുറച്ച് ഉൾവലിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും. അവരെന്ത് ചെയ്യില്ല, എല്ലാവരുമായിട്ട് സംസാരിക്കില്ല, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു നേച്ചർ കുട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെർട്ടിന് സേവനം തേടണം. പരമാവധി നിങ്ങൾ കുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അവൻ ഉൾവലിയുന്ന സ്വഭാവക്കാരനായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുക തന്നെ വേണം. അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് സാധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ നല്ല കുറേ ശീലങ്ങൾ ഉണ്ടാക്കുക. പുസ്തക വായന ഉണ്ടാക്കുക, അതേപോലെ തന്നെ നടത്തം, വ്യായാമം, ഏതെങ്കിലും വീട്ടിലെ ജോലികൾ, അതേപോലെ തന്നെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ മുതിർന്നവർ ചെയ്യുന്നത് കുട്ടി കാണണം. നമ്മളും എന്ത് ചെയ്യണം, കുട്ടിക്ക് അതൊരു മാതൃക കാണിച്ചു കൊടുത്താൽ കുട്ടി ഇത്തരം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികൾ ഒരു തരത്തിലും വഴിതെറ്റി പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കുറേ ശീലങ്ങൾ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അച്ഛനും അമ്മയും വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, അധ്യാപകരുടെ റോള്, പോലീസിൻ്റെ റോള്, എക്സൈസിൻ്റെ റോള് ഒന്നും മറന്നിട്ടല്ല.
രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്യണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഈ സമയത്ത് പറയുന്നത്. ഓരോരുത്തർക്കും അതിൻ്റേതായ റോളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. മുമ്പൊക്കെ നമ്മളൊക്കെ വളർന്ന സാഹചര്യങ്ങളിൽ നമ്മളെ നോക്കാൻ ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയാലും അങ്ങാടിയിലേക്ക് ഇറങ്ങിയാലും റോഡിലേക്ക് ഇറങ്ങിയാലും സ്കൂളിലേക്ക് ഇറങ്ങിയാലും കോളേജിലേക്ക് ഇറങ്ങിയാലും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മുടെ ബന്ധുക്കളുണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, നാട്ടിൽ കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നാട്ടിൽ നമ്മളെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇന്ന് എന്തില്ല, ന്യൂക്ലിയർ ഫാമിലീസ് മാറിയതോടു കൂടി തന്നെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ ആളുകളില്ല വാസ്തവത്തിൽ. അപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നമ്മുടെ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് വന്ന് പറയും. ചിലപ്പോൾ ആരെങ്കിലും ഫോൺ വിളിച്ച് പറയും, അതെ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ മോശക്കാരനായിട്ട് 2-3 പിള്ളേരുടെ കൂടെ കാറിലിരിക്കുന്നത് കണ്ടു എന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, അവരോട് ദേഷ്യപ്പെടണ്ട. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള അന്വേഷിക്കാം. ചിലപ്പോൾ പോലീസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എക്സൈസ് തന്നെ ആയിരിക്കും നിങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ മോൻ ഇന്ന കുട്ടികളുടെ കൂടെ കണ്ടുല്ലോ, അവൻ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടോ, അവൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടോ, അവൻ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടണ്ട. സ്കൂളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും, ഈ കുട്ടിയുടെ കൂട്ടുകെട്ട് കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ടല്ലോ, അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണ്ടേന്ന് ചോദിച്ചാൽ ടീച്ചറോട് ദേഷ്യപ്പെടണ്ട. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ബന്ധുക്കളോ ടീച്ചേഴ്സോ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അവരുമായിട്ട് വഴക്കിടണ്ട, ഇതിനെ വൈകാരികമായിട്ട് എടുക്കണ്ട, ഇതിന് വളരെ ബുദ്ധിപരമായിട്ട് ഈ കാര്യത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. അവർ നൽകുന്ന സൂചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവർ നൽകുന്ന എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ പുറകിലൂടെ നമ്മൾ നടക്കുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളെ നല്ല വഴിക്ക് കൊണ്ടുപോകുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. അവർ ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ, വഴിതെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ വലിയ ജാഗ്രത വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവില്ല. നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാണ്, നല്ല മിടുക്കന്മാരാണ്, മിടുക്കികളാണ്, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ആളുകളാണ്. പക്ഷേ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ ചില അപജയങ്ങൾ, ചില കുഴപ്പങ്ങൾ, അതിൻ്റെ ഭാഗമാണ് നമ്മുടെ കുട്ടികളും. അതിലൊന്നും വന്നു വീഴാതിരിക്കാൻ നമ്മുടെ ജാഗ്രത നിർബന്ധമായിട്ടും വേണം. നമുക്ക് പോലീസിനെ സഹായിക്കാം, അധ്യാപകരെ സഹായിക്കാം, സമൂഹത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ എല്ലാവരെയും നമുക്ക് സഹായിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ മക്കളെ നമ്മളും കൂടി നോക്കണം. കാര്യമായിട്ടുള്ള ജാഗ്രതയോട് കൂടിയിട്ട് ഓരോ അച്ഛനും അമ്മയും മക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയും ലഹരി ഉപയോഗിക്കുകയില്ല. താങ്ക് യു സോ മച്ച്.